തമിഴ്നാടിൻ്റെ കൾച്ചറൽ സിറ്റി എന്നറിയപ്പെടുന്ന മധുരയിൽ മിക്കപ്പോഴും മിസ്സായി പോകുന്നതും എന്നാൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് തിരുമല നായ്ക്കർ പാലസ്. നമുക്ക് 2 മണിക്കൂറിനുള്ളിൽ നിന്ന് ഫുള്ള് ചുറ്റി കാണാവുന്നതാണ്. ഇത് ഇന്ത്യക്കാർക്കാണെങ്കിൽ 20 രൂപയും നമ്മൾ ഫോറിനേഴ്സിന് 50 രൂപയും ക്യാമറയ്ക്ക് 30 രൂപയാണ് വരുന്നത്. ഇതൊരു രാവിലെ 9 മണി മുതൽ 1 മണി വരെയും ഉച്ചയ്ക്ക് 2 മുതൽ 5 വരെ ഓപ്പണാണ്. ഇപ്പോൾ വൈകുന്നേരമൊക്കെ ഒരു ലൈറ്റ് ഷോ കാണുന്നുണ്ട്. നമ്മുടെ രാജാവിൻ്റെ കഥയും കൊട്ടാരത്തിൻ്റെ ചരിത്രവും ഒക്കെ വരുന്നുണ്ട്. ഇംഗ്ലീഷ് ഷോ നടക്കുന്നത് 8:30 to 9:15 ആണ്. അതിന് പ്രത്യേക ടിക്കറ്റ് 60 രൂപയുണ്ട്. കൊട്ടാരം പണി കഴിപ്പിച്ചത് 17-ാം നൂറ്റാണ്ടിൽ തിരുമല നായ്ക്കർ രാജാവാണ്. 1636 നിർമ്മാണം പൂർത്തിയായ കൊട്ടാരം നായക വംശത്തിൻ്റെ ശക്തിയുടെയും സമ്പത്തിൻ്റെയും പ്രതീകമാണ്. നായ്ക്കറിൻ്റെ ഭരണകാലത്ത് മധുര സാംസ്കാരിക മേഖലകളിലും കലാശില്പികളിലും വളർച്ചയുണ്ടായി. അതിൻ്റെ പ്രതിഫലമായാണ് ഈ കൊട്ടാരമുണ്ടായത്. കൊട്ടാരത്തിൻ്റെ ആർക്കിടെക്ചർ മുസ്ലിം മുഗൾ ശൈലിയുടെയും ദ്രാവിഡ ശൈലിയുടെയും ഫ്യൂഷനായിട്ടാണ് വരുന്നത്. ഈ കാണുന്നതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ അതിൻ്റെ സെൻട്രൽ പവിലിയൻ അല്ലെങ്കിൽ സ്വർഗ്ഗവിലാസം എന്നറിയപ്പെടുന്ന മെയിൻ ഹാള്. 25 അടി ഉയരമുള്ള ഒരു വലിയ ഡോമാണിത്. ഇതിന് ചുറ്റും 248 വലിയ സ്തംഭങ്ങളുണ്ട്. അവയ്ക്കൊക്കെ തന്നെ 20 അടി നീളമുണ്ട്. നമ്മുടെ മുന്നിൽ സിനിമയ്ക്കകത്ത് കാണുന്ന പോലെ രാജാവ് നടക്കു വന്നിരിക്കും. ഫ്രണ്ടിലത്തിലെ വേദിയിൽ കലാപരിപാടികൾ നടക്കും. അങ്ങനെ ഒരു വേദിയാണ്. ഈ ഡോമിൻ്റെ ഒത്ത നടുക്കായിട്ടാണ് രാജാവിൻ്റെ സിംഹാസനം വരുന്നത്. അതിൽ നമുക്ക് 360 ഡിഗ്രി വ്യൂ കിട്ടും. അവിടെ നിന്ന് എല്ലാ ഏരിയയിലേക്കും നമുക്ക് ഒരേപോലെ കാണാം. പണ്ട് കാലത്ത്, അതായത് 2000 വർഷങ്ങൾക്ക് മുമ്പേ ഉപയോഗിച്ചിരുന്ന മൺപാത്രങ്ങളും പിന്നെ ബറിയലിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന പാത്രങ്ങളൊക്കെ ഏകദേശം ഒരു 4-5 എണ്ണം അത് ഗ്ലാസ് കൊണ്ടാത്തിട്ട് നമുക്ക് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഡയറക്റ്റ്ലി നമുക്കത് കാണാൻ പറ്റും. പ്രാരംഭകാലത്ത് തിരുമല നായ്ക്കർ മഹൽ ഇന്നത്തേക്കാൾ 4 ഇരട്ടി വലിപ്പമുള്ളതായിരുന്നു. ദേവാലയങ്ങളും ഭക്തിസാന്ദ്രമായ മണ്ഡപങ്ങളും ലളിതവും സങ്കീർണമായ ഓട്ടക്കൂട്ടും ഇതിൽ ഉൾക്കൊള്ളിച്ചിരുന്നു. അതിനാൽ തന്നെ രാജകീയ ചടങ്ങുകൾക്കും ആഘോഷങ്ങൾക്കും സംഗീത പരിപാടികൾക്കും കലാമേളകൾക്കും ഇത് ഉപയോഗപ്പെട്ടു. തിരുമല നായ്ക്കിൻ്റെ മരണാനന്തരം അദ്ദേഹത്തിൻ്റെ കൊച്ചുമകനായിരുന്ന ചെല്ലനായ്ക്കർ മഹൽ തകർത്ത് അതിൻ്റെ ചില ഭാഗങ്ങൾ അഴിച്ചുമാറ്റുകയും തൻ്റെ പുതിയ സായി പള്ളിക്ക് അവ ഉൾപ്പെടുത്തുകയും ചെയ്തു. ബ്രിട്ടീഷ് ഭരണാധികാരിയായ ലോർഡ് നേപ്പിയർ തിരുമല നായ്ക്കർ മഹലിൻ്റെ പ്രധാന ഭാഗങ്ങൾ പുനഃസ്ഥാപിക്കുകയും മധുരജനങ്ങളുടെയും സന്ദർശകരുടെയും ആസ്വാദനം നിർമ്മിച്ച് തിരിച്ചു കൊടുക്കുകയും ചെയ്തു. ഞാൻ ഒത്തിരി വട്ടം മധുരയിൽ പോയിട്ടും എനിക്ക് മിസ്സായ പ്ലേസാണിത്. അപ്പം നിങ്ങളാരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തേക്കണം. പോകാത്തവർ എന്തായാലും ഇനി അടുത്ത ട്രിപ്പിന് ഇത് ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ മധുരയുടെ ബാക്കി വിശേഷങ്ങൾ അടുത്ത ബ്ലോഗിലാവാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.